ഹോർമൂസ് കടലിടുക്കിൽ സൈനിക വിന്യാസത്തിനായി അറബ് രാഷ്ട്രങ്ങൾ സമർപ്പിച്ച നിർദ്ദേശം വോട്ടിനിടാനൊരുങ്ങി UN സുരക്ഷാ കൗൺസിൽ. റഷ്യയും ചൈനയും ഫ്രാൻസും പ്രമേയത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഹോർമൂസിലെ തടസ്സങ്ങൾ പരിഹരിക്കാൻ 40ഓളം രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ച നടത്തിയതായി ബ്രിട്ടൻ അറിയിച്ചു. ബഹ്റൈൻ്റെ നേതൃത്വത്തിൽ 6ഓളം അറബ് രാജ്യങ്ങളും ജോർദാനും ചേർന്നാണ് പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത്. UN സുരക്ഷാ കൗൺസിലിൽ സമർപ്പിച്ച പ്രമേയത്തിന്റെ കരടിൽ തിരുത്തൽ വരുത്തണമെന്ന് റഷ്യയും ഫ്രാൻസും ചൈനയും ആവശ്യപ്പെട്ടു. ഹോർമൂസിൽ സൈനിക നീക്കം വേണമെന്ന ആവശ്യം അതേപടി ചേർക്കേണ്ടതില്ല എന്നാണ് 3 രാജ്യങ്ങളുടെയും നിലപാട്. ഹോർമൂസിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കണമെന്ന ആവശ്യങ്ങളാണ് ഈ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഹോർമൂസ് വിഷയത്തിൽ സുരക്ഷാ കൗൺസിലിന്റെ ഇടപെടലും അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ പ്രമേയം UN സെക്യൂരിറ്റി കൗൺസിൽ വോട്ടിനിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനിടെ ഹോർമൂസിൽ സുരക്ഷ ഒരുക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് ബ്രിട്ടൻ മുന്നിട്ടിറങ്ങി. 40ഓളം രാജ്യങ്ങളുമായി ബ്രിട്ടൻ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. അമേരിക്ക ചർച്ചയുടെ ഭാഗമായിട്ടില്ല. ഹോർമൂസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതുവഴി എണ്ണ കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന നിർദ്ദേശമാണ് ഇന്നലെ ട്രംപ് നൽകിയത്. ഇതിനു പിന്നാലെയാണ് തുടർ നീക്കങ്ങൾ ബ്രിട്ടൻ ആരംഭിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.